ഹലോ വെൽക്കം ടു മൈ അക്കൗണ്ടിംഗ് വേൾഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ടാണ്. റീകൺസൈൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നമ്മൾ രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്തിട്ട് അതിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നതിനാണ് റീകൺസൈൽ എന്ന് പറയുക. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ ഒരു ബിസിനസ് നടത്തുകയാണ്. ഞാൻ ബിസിനസ് നടത്തുന്ന സമയത്ത് ഞാൻ ലെഡ്ജറിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. നമ്മൾക്ക് ബാങ്ക് അക്കൗണ്ട് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ അതിൽ എന്തൊക്കെയാണ് റെക്കോർഡ് ചെയ്യാം, ബാങ്കിലേക്ക് വരുന്ന പേയ്മെന്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ ബാങ്കിൽ നിന്ന് പോകുന്ന എമൗണ്ടുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഇതിൽ റെക്കോർഡ് ചെയ്യും. അപ്പൊ എന്റെ ബിസിനസ്സിന് ഞാൻ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് ആ ബാങ്കിൽ നിന്ന് എനിക്കൊരു പാസ്ബുക്ക് തരും. ഈ പാസ്ബുക്കിൽ എന്താ ഉണ്ടാവുക? ഞാൻ ഈ ബാങ്ക് അക്കൗണ്ട് ലെഡ്ജറിൽ റെക്കോർഡ് ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് പാസ്ബുക്കിൽ ഉണ്ടാവുക. ബാങ്കിലേക്ക് വരുന്ന എമൗണ്ടുകളും ബാങ്കിൽ നിന്ന് പോകുന്ന എമൗണ്ടുകളും. അപ്പൊ ഈ രണ്ട് സാധനങ്ങൾ, അതായത് ബാങ്ക് പാസ്ബുക്കും ഞാൻ ബാങ്ക് അക്കൗണ്ടിന് ക്രിയേറ്റ് ചെയ്യുന്ന ലെഡ്ജറും ഒരുപോലെ ആയിരിക്കണം. അല്ല, അതിന്റെ ബാലൻസ് എപ്പോഴും ഒരുപോലെ ആയിരിക്കണം. ഇതിന്റെ ബാലൻസ് എപ്പോഴെങ്കിലും ഒരുപോലെ അല്ലാത്ത സിറ്റുവേഷൻസ് വരുമോ? അതിനൊരു എക്സാമ്പിൾ പറയാം. അപ്പൊ ഞാൻ എൻ്റെ ഒരു ക്രെഡിറ്ററിന് ഒരു ചെക്ക് കൊടുക്കുകയാണ്. ഞാൻ ഇന്ന് എൻ്റെ ക്രെഡിറ്ററിന് ചെക്ക് കൊടുക്കുകയാണ്. ഞാൻ ചെക്ക് കൊടുക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും? ആ ചെക്ക് കൊടുക്കുമ്പോൾ തന്നെ അത് അക്കൗണ്ട് ചെയ്യും. ക്രെഡിറ്റർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ജേർണൽ എൻട്രി ഇട്ടു എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്ത് ഞാനത് റെക്കോർഡ് ചെയ്യും. ഈ ക്രെഡിറ്റർ എന്ത് ചെയ്യുന്നില്ല? ആ ചെക്ക് ഇന്ന് പ്രസന്റ് ചെയ്യുന്നില്ല, 2 ദിവസം കഴിഞ്ഞിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ ബാലൻസ് നോക്കുകയാണെങ്കിൽ, ബാങ്ക് അക്കൗണ്ടിലുള്ള ബാലൻസ് നോക്കുകയാണെങ്കിൽ, ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ടിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടിന്റെ എമൗണ്ടിൽ നിന്ന് അത്രയും കുറഞ്ഞിട്ടുണ്ടാവും അല്ലെ? എൻ്റെ ബാങ്കിന്റെ ആ എമൗണ്ട് അത്രയും കുറഞ്ഞിട്ടുണ്ടാവും. അപ്പം ഞാൻ 30,000 രൂപയുടെ ചെക്കാണ് കൊടുത്തതെങ്കിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ 30,000 രൂപ കുറഞ്ഞിട്ടുണ്ടാവും ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ലെഡ്ജറിൽ. പക്ഷെ പാസ്ബുക്കിൽ ഈ ദിവസം ആ എമൗണ്ട് കുറഞ്ഞിട്ടില്ല. കാരണം എന്താ? അയാൾ ഇന്ന് എൻ്റെ ചെക്ക് പ്രസന്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഈ രണ്ട് ബാലൻസസും സെയിം ആയിരിക്കില്ല, രണ്ടും രണ്ടായിരിക്കും. ഒരേപോലെ തന്നെ എന്താ, നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിനനുസരിച്ച് ബാങ്ക് പാസ്ബുക്ക് അപ്ഡേറ്റ് ആയിക്കൊള്ളണം എന്നില്ല, അല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്കിൽ വരുന്ന അപ്ഡേഷൻസും നമ്മൾ അതേ സമയത്ത് റെക്കോർഡ് ചെയ്യണമെന്നില്ല. ഒരു ദിവസം തന്നെ ഇങ്ങനത്തെ കുറേ ഡിഫറൻസസ് വരുന്ന സമയത്ത് നമ്മുടെ ഈ രണ്ട് ബാലൻസും മാച്ച് ആവില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് മാച്ച് ആവാത്തതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നത്. ഇത് സംഭവിക്കുന്നത് 31 മാർച്ചിലാണെങ്കിൽ, നമ്മൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന ദിവസമാണെങ്കിൽ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വരുന്ന ബാലൻസ് നമ്മുടെ പാസ്ബുക്ക് ആയിട്ട് മാച്ച് ചെയ്യില്ല. അങ്ങനെ മാച്ച് ചെയ്യാണ്ട് വരുന്ന സമയത്ത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് ക്രെഡിബിലിറ്റി ഉണ്ടാവില്ല. കാരണം അത് നോക്കുന്ന ആൾക്ക് മനസ്സിലാവില്ല, ഓക്കെ പാസ്ബുക്കിൽ വേറൊരു ബാലൻസ് ആണ് കാണിക്കുന്നത്, ബാലൻസ് ഷീറ്റിൽ വേറൊരു ബാലൻസ് ആണ്, അപ്പൊ ഇത് ശരിയാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ വരും. അപ്പൊ അത് എന്തുകൊണ്ടാണ് ആ ബാലൻസ് അങ്ങനെ വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നമ്മൾ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കും. അപ്പൊ ഇങ്ങനെ ഡിഫറൻസസ് ഉള്ള ടൈം ആണെങ്കിൽ നമ്മളൊരു ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് കൂടെ ഉണ്ടാക്കിയിട്ട് ബാലൻസ് ഷീറ്റിന്റെ കൂടെ വെക്കും. എന്തുകൊണ്ടാണ് ഡിഫറൻസ് വന്നിട്ടുള്ളത്? അപ്പൊ അത് നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും നമ്മൾ അക്കൗണ്ട് ചെയ്തതിന്റെ മിസ്റ്റേക്ക് അല്ല, ഇന്ന കാര്യം കൊണ്ടാണ് ഇങ്ങനെയുള്ള ഡിഫറൻസസ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. വെൽക്കം ടു ദി വീഡിയോ. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ബിസിനസ്സിന് പ്രിപ്പയർ ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസും ബാങ്കിൽ നിന്ന് നമുക്ക് തരുന്ന പാസ്ബുക്കിൻ്റെ ക്ലോസിംഗ് ബാലൻസും സെയിം അല്ലെങ്കിലാണ് നമ്മൾ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുക. ഈ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പറഞ്ഞു തരും എന്തുകൊണ്ടാണ് ഈ വ്യത്യാസങ്ങളുള്ളത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ബാലൻസസ് ഒന്നല്ലാത്തതെന്ന് നമുക്ക് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു തരും. ഈ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ കൂടെ ഒരു സപ്പോർട്ടിംഗ് എവിഡൻസ് ആയിട്ടാണ് വെക്കുക. നമ്മൾ ചെയ്ത അക്കൗണ്ടിങ് പ്രോസസ്സൊക്കെ കറക്റ്റാണ്, ബാലൻസിലുള്ള മിസ്മാച്ച്, ബാങ്ക് അക്കൗണ്ടിൻ്റെ ബാലൻസിലുള്ള മിസ്മാച്ച് വരുന്നത് ഇന്ന കാര്യങ്ങൾ കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സപ്പോർട്ടിംഗ് എവിഡൻസ് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആയിട്ടാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ ബാലൻസ് ഷീറ്റിൻ്റെ കൂടെ വെക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് പ്രിപ്പയർ ചെയ്യാൻ 2 രീതികളുണ്ട്. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഒന്നെങ്കിൽ ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ടിൻ്റെ ലെഡ്ജറിൻ്റെ ക്ലോസിംഗ് ബാലൻസിൽ തുടങ്ങും, ഇല്ലെങ്കിൽ ബാങ്ക് നമുക്ക് തരുന്ന പാസ്ബുക്കിൻ്റെ ക്ലോസിംഗ് ബാലൻസിൽ നിന്നാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. ഈ 2 രീതിയിലും നമുക്ക് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഈ വീഡിയോ ഞാൻ 2 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ട് ക്ലോസിംഗ് ബാലൻസിന് തുടങ്ങുന്ന രീതിയിലും, രണ്ടാമത്തേത് പാസ്ബുക്കിൻ്റെ ബാലൻസിന് തുടങ്ങുന്ന രീതിയിലും. അപ്പോൾ 2 വീഡിയോസ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് രണ്ടിലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ചെയ്യുന്ന മെത്തേഡിൽ, പക്ഷേ രണ്ടും കൂടെ ഒന്നിൽ ഇൻക്ലൂഡ് ചെയ്താൽ ഭയങ്കര ബൾക്കി ആയിപ്പോവും. അതുകൊണ്ട് ഇതിനെ 2 വീഡിയോസ് ആയിട്ട് ഞാൻ
ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസിന് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്നാണ് പറയുന്നത്. കാരണം ഇവിടെയുള്ള അസംഷൻ നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ നിന്നാണ് ബാങ്ക് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എടുക്കുന്നത് എന്നാണ്. അതല്ലാതെ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് നമ്മളെ ക്യാഷ് അക്കൗണ്ടായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മൾ ഇപ്പം പഠിക്കുന്ന സമയത്തൊക്കെ അസ്യൂം ചെയ്യുന്നത് ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ബാങ്കിൻ്റെ ബാലൻസാണ്, ക്ലോസിംഗ് ബാലൻസാണ് നമ്മളിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്നുള്ള അസംഷനിലാണ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അതല്ലാതെ ക്യാഷ് ബുക്ക് ആയിട്ടോ ക്യാഷ് ബാലൻസസ് ആയിട്ടോ ഇതിന് ബന്ധമില്ല. അപ്പോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസിന് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കെന്നും നമുക്ക് തരുന്ന പാസ്ബുക്കിൻ്റെ ക്ലോസിംഗ് ബാലൻസിന് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്നാണ് പറയുന്നത്. ഈ ബാലൻസസ് രണ്ട് രീതിയിലുണ്ടാവും. ഒന്ന് ഫേവറബിൾ ബാലൻസസും ഒന്ന് അൺഫേവറബിൾ ബാലൻസസും. എങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ഫേവറബിൾ ബാലൻസ് ആയിരിക്കും, എപ്പോഴും ഒരു പോസിറ്റീവ് ബാലൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതല്ല നമ്മൾക്ക് ബാങ്കിലുള്ള എക്സ്പെൻസസ് ആണ് കൂടുതൽ, ഇല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന എമൗണ്ടുകളാണ് കൂടുതലെങ്കിൽ നമുക്കൊരു അൺഫേവറബിൾ ബാലൻസ് ഇല്ലെങ്കിൽ ഒരു ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ബാങ്കിലുള്ളതിനെക്കാട്ടും കൂടുതൽ എക്സ്പെൻസസ് വരികയാണെങ്കിൽ നമ്മളതൊന്ന് കൂടുതൽ പൈസ എടുക്കുന്ന സമയത്ത് ഉള്ളതിനെക്കാട്ടും കൂടുതൽ പൈസ എടുക്കുമ്പോൾ ആ എക്സസ് എമൗണ്ടിന് നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയും. ഈ ഓവർ ഡ്രാഫ്റ്റിനെയാണ് അൺഫേവറബിൾ ബാലൻസ് എന്ന് പറയുന്നത്. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ട് ക്ലോസിംഗ് ബാലൻസിന് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ സിമ്പിൾ. നമ്മളതിൻ്റെ മുന്നേ അല്ലെങ്കിൽ അതിൻ്റെ ഹെഡിങ് ആയിട്ട് എഴുതും ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്ഥാപനത്തിൻ്റെ പേര് ആസ് ഓൺ ഏതാണോ ഡേറ്റ്. നമ്മളിപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ ഒക്കെ ഹെഡിങ് എഴുതുന്നത് പോലെ തന്നെയാണ് എഴുതുക. ഇതിന് 4 കോളംസ് ഉണ്ടാവും. ആദ്യത്തെ നമുക്ക് സീരിയൽ നമ്പേഴ്സ് 1, 2, 3 എന്ന് എഴുതാൻ വേണ്ടിയിട്ട്, രണ്ടാമത്തത് പെർട്ടിക്കുലേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട്, മൂന്നാമത്തത് എമൗണ്ടിൻ്റെ പ്ലസ് കോളമാണ്, അതായത് ആഡ് ചെയ്യേണ്ട എമൗണ്ട്സ് എഴുതാൻ വേണ്ടിയിട്ടും, നാലാമത്തത് എമൗണ്ട്സിൻ്റെ മൈനസ് കോളം ഡിഡക്റ്റ് ചെയ്യേണ്ട ബാലൻസസ് എഴുതാൻ വേണ്ടിയിട്ടും. ഇങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. 4 കോളംസ് ഉണ്ടാവും. ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, പോസിറ്റീവ് ഫിഗേഴ്സ്, നെഗറ്റീവ് ഫിഗേഴ്സ്. ഇത് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നത്. ഈ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസിന് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് നമ്മൾ പ്ലസ് കോളത്തിലാണ് എഴുതുക. കാരണം ഇവിടെ അതൊരു ഫേവറബിൾ ബാലൻസ് ആണ്. ഇതൊരു അൺഫേവറബിൾ ബാലൻസ് ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ആയിരുന്നെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്നാണ് നമുക്ക് തന്നിട്ടുണ്ടാവുക. ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് ആവുന്ന സമയത്ത് നമ്മളത് മൈനസ് കോളത്തിലാണ് എഴുതുക. ഇവിടെ ഫേവറബിൾ ബാലൻസ് ആയതുകൊണ്ട് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് പ്ലസ് നമ്മൾ 20,000 എന്ന് എഴുതും. ചെക്ക് ഡെപ്പോസിറ്റഡ് നോട്ട് കളക്റ്റഡ് ₹10,000. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങുന്നത് അല്ലെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് ക്യാഷ് ബുക്കിലുള്ള ബാങ്ക് ബാലൻസിനെയാണ്. നമുക്ക് ആ ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പാസ്ബുക്ക് ബാലൻസിൻ്റെ അടുത്തേക്ക് എത്തിക്കണം. അതുകൊണ്ട് തന്നെ പാസ്ബുക്കിൽ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ് പോലെയാണ് നമ്മൾ ഇതിലും ചെയ്യേണ്ടത്. എങ്ങനെയാണോ പാസ്ബുക്കിൽ വന്നിട്ടുള്ളത് അതുപോലെയാണ് ഇവിടെയും നമ്മൾ ചെയ്യേണ്ടത്. ചെക്ക് ഡെപ്പോസിറ്റഡ് നോട്ട് കളക്റ്റഡ്, അതായത് ഞാനൊരു ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു, പക്ഷെ അത് കളക്റ്റ് ആയിട്ടില്ല. ഞാൻ ഒരു ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ലെഡ്ജറിൽ എൻ്റെ കയ്യിലുള്ള ബാങ്ക് അക്കൗണ്ടിൽ അത് കൂടിയതായിട്ട് കാണിക്കും. പക്ഷേ പാസ്ബുക്കിൽ അത് കൂടിയിട്ടില്ല. കാരണം പാസ്ബുക്കിൽ ആ ചെക്ക് എന്തായിട്ടില്ല, കളക്റ്റ് ആയിട്ടില്ല. അപ്പം എൻ്റെ കയ്യിലുള്ള ബാലൻസ് അത് കൂടിയതായിട്ട് കാണിച്ചു, പാസ്ബുക്കിൽ കൂട്ടിയിട്ടില്ല. അപ്പം ഞാൻ ആ കൂട്ടിയ എമൗണ്ടിന് ഞാൻ കുറച്ചിട്ടിടണം. കാരണം എങ്ങനെയാണോ പാസ്ബുക്കിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ക്യാഷ് ബുക്കിൽ വരുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ പാസ്ബുക്കിൽ വരാത്തൊരു കാര്യം ഞാൻ ക്യാഷ് ബുക്കിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് കുറച്ചിട്ടിടണം. ബാങ്ക് ചാർജസ് ₹300. ബാങ്ക് ചാർജസ് വന്നിട്ടുണ്ട്. ബാങ്ക് ചാർജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ എനിക്ക് തരുന്ന സർവീസസിന് ബാങ്ക് ഈടാക്കുന്ന ചാർജ് അത് വരുമ്പോൾ തന്നെ എൻ്റെ പാസ്ബുക്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. പക്ഷെ അത് ഞാൻ ക്യാഷ് ബുക്കിൽ കൊണ്ടുവന്നിട്ടില്ല. പാസ്ബുക്കിൽ നിന്ന് അത് മൈനസായി കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ കുറഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ അത് ക്യാഷ് ബുക്കിൽ റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ ക്യാഷ് ബുക്കിൽ നിന്നും ഞാനത് കുറച്ചിടണം. ഇതുപോലെ തന്നെയാണ് ബാങ്കിൽ നിന്ന് എന്ത് പേയ്മെൻറ്റ് നടന്നാലും അത് ക്യാഷ് ബുക്കിൽ വന്നിട്ടില്ലെങ്കിൽ, ബാങ്കിൽ നിന്ന് പേ ചെയ്തതായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് ബുക്കിൽ നിന്നും അത് കുറഞ്ഞതായിട്ട് കാണിക്കണം, ക്യാഷ് ബുക്കിൻ്റെ ബാലൻസിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത്. ഇനി മൂന്നാമത്തെ, ബാങ്ക് ഇൻട്രസ്റ്റ് 1,200 നോട്ട് എൻറ്റേർഡ് ഇൻ ക്യാഷ് ബുക്ക്. ബാങ്കിൽ നിന്ന് എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടി, അത് 1,200 ഞാൻ ക്യാഷ് ബുക്കിൽ എൻറ്റർ ചെയ്തിട്ടില്ല. ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുന്ന സമയത്ത് പാസ്ബുക്കിൽ ആ എമൗണ്ട് കൂടി വരും, പക്ഷെ അത് എവിടെ വന്നിട്ടില്ല, ക്യാഷ് ബുക്കിൽ വന്നിട്ടില്ല. അപ്പോൾ പാസ്ബുക്ക് പോലെ തന്നെ ആക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് ബുക്കിലും ഞാനതിനെ കൂട്ടും. ഇതുപോലെ എല്ലാ ഇൻകമും ബാങ്കിലേക്ക് വരുന്നത്, ഇപ്പോൾ ബാങ്ക് ഇൻട്രസ്റ്റ് കിട്ടി ബാങ്കിൽ, ഇല്ലെങ്കിൽ ബാങ്കിൽ എന്തെങ്കിലും കമ്മീഷൻ വരികയാണ്, ബാങ്ക് നമുക്ക് വേണ്ടിയിട്ട് ഡിവിഡൻഡ് കളക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ബാങ്കിൽ കൂടി കിടക്കുന്നതുകൊണ്ട് ഇവിടെയും അതിനെ
കൂട്ടണം. ചെക്ക് ഇഷ്യൂഡ് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് 6,000. ഞാൻ ചെക്ക് ഇഷ്യൂ ചെയ്തു, പക്ഷേ അത് കിട്ടിയ പാർട്ടി അത് പേയ്മെൻറ്റിന് പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഞാനത് കുറച്ചിട്ട് കാണിക്കും, പക്ഷേ എൻ്റെ പാസ്ബുക്കിൽ അത് കുറഞ്ഞിട്ടില്ല. കാരണം എന്താണ്, ആ പാർട്ടി അത് പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ പാസ്ബുക്കിൽ നിന്ന് കുറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ ക്യാഷ് ബുക്കിലും എന്ത് ചെയ്യും, കുറഞ്ഞതല്ലാത്ത പോലെ കാണിക്കും. അതായത് ക്യാഷ് ബുക്കിലേക്ക് അതിനെ വീണ്ടും ആഡ് ചെയ്യും. കസ്റ്റമർ ട്രാൻസ്ഫേർഡ് എമൗണ്ട് ടു ബാങ്ക് നോട്ട് റെക്കോർഡഡ് ഇൻ ക്യാഷ് ബുക്ക്. കസ്റ്റമർ ഡയറക്റ്റ് ആയിട്ട് ബാങ്കിലേക്ക് എമൗണ്ട് ഇട്ടു, അപ്പോൾ പാസ്ബുക്കിൽ അത് കൂടി, ക്യാഷ് ബുക്കിൽ അത് കൂടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ക്യാഷ് ബുക്കിലും അതിനെ കൂട്ടി കാണിക്കണം. ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ദ ബാങ്ക്. ബാങ്ക് എൻ്റെ ഇൻഷുറൻസ് പ്രീമിയം അടച്ചു, പാസ്ബുക്കിൽ നിന്ന് അത് കുറഞ്ഞു. ക്യാഷ് ബുക്കിൽ നിന്ന് അത് കുറയാത്തതുകൊണ്ട് പാസ്ബുക്ക് പോലെ തന്നെ ആവാൻ വേണ്ടിയിട്ട് ക്യാഷ് ബുക്കിൽ നിന്നും അത് കുറച്ചിട്ട് കാണിക്കണം. ക്യാഷ് ഡെപ്പോസിറ്റ് നോട്ട് റെക്കോർഡഡ് ഇൻ ബാങ്ക് കോളം ഓഫ് ക്യാഷ് ബുക്ക്. ഇപ്പോൾ ക്യാഷ് ഡെപ്പോസിറ്റ് നടന്നിട്ടുണ്ട് ബാങ്കിൽ, പക്ഷേ എവിടെ കാണിച്ചിട്ടില്ല, അത് ബാങ്ക് കോളം, ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളത്തിൽ ഇത് കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ പാസ്ബുക്കിൽ അത് ഓൾറെഡി ഡെപ്പോസിറ്റ് ചെയ്തതായിട്ട് കാണിച്ചിട്ടുണ്ട്, പാസ്ബുക്കിൽ ആ എമൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് ബുക്കിലും ആ എമൗണ്ട് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ആഡ് ചെയ്യണം. ഡെബിറ്റ് ബാലൻസ് ₹1,000 ക്യാരിഡ് ഫോർവേഡ് ആസ് ക്രെഡിറ്റ് ബാലൻസ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ്, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ് വന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു പോസിറ്റീവ് ബാലൻസ് ആയിട്ടാണ് കിടക്കുന്നത്. ₹1,000 പോസിറ്റീവ് ബാലൻസ് ഉള്ളതിന് ഞാൻ എന്ത് ചെയ്തു, അടുത്ത സമയത്തേക്ക് അല്ലെങ്കിൽ അടുത്ത പേജിലേക്കൊക്കെ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് അതിനെ ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് കാണിച്ചു എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ. ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് നമ്മുടെ അസറ്റ് അക്കൗണ്ടിൽ വന്നാൽ എന്താണ്, അത് നെഗറ്റീവ് ഫിഗറാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നെഗറ്റീവ് ഫിഗറിനെ ഞാൻ ഇല്ലാതാക്കണം. ഇപ്പോൾ ₹1,000 നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഇല്ലാതാക്കാൻ ഞാൻ എന്ത് ചെയ്യണം, 1,000നെ ഡെബിറ്റ് ചെയ്യണം. അത് മാത്രം ചെയ്താൽ പോരാ, ഡെബിറ്റിൽ 1,000 കാണിക്കുകയും വേണം. അപ്പോൾ എന്ത് ചെയ്യണം, ടോട്ടൽ ₹2,000 ആഡ് ചെയ്യുന്ന വരി കാണിക്കണം. കാരണം മൈനസ് ആയിപ്പോയ 1,000നെ നമുക്ക് ഇല്ലാതാക്കണം, 1,000 വരികയും വേണം. അപ്പോൾ ആദ്യം നമ്മൾ 1,000 ഡെബിറ്റ് ചെയ്താൽ അല്ലെങ്കിൽ 1,000 ആഡ് ചെയ്താൽ ആദ്യം നമ്മൾ മൈനസ് ചെയ്ത 1,000 നള്ളിഫൈ ആവും, അവിടെ ഒരു എഫക്റ്റും ഇല്ലാതെയാവും. വീണ്ടും 1,000 കൂടിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ നെറ്റ് ബാലൻസ്, ഡെബിറ്റ് ബാലൻസ് ഇല്ലെങ്കിൽ ഇൻക്രീസ് ആയി കിടക്കുന്ന ആ ബാലൻസ് ₹1,000 ആയിട്ട് വരും. ചെക്ക് ഇഷ്യൂഡ് 5,400 റെക്കോർഡഡ് ആസ് 4,500. ചെക്ക് ഞാൻ ഇഷ്യൂ ചെയ്തു 5,400. അപ്പോൾ എൻ്റെ പാസ്ബുക്കിൽ 5,400 കുറഞ്ഞു, പക്ഷേ ഞാൻ ക്യാഷ് ബുക്കിൽ എത്ര കുറച്ചിട്ടുള്ളൂ, 4,500 കുറച്ചിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ₹900 കൂടെ ഞാൻ എൻ്റെ റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ കുറയ്ക്കണം. അപ്പോൾ അത് മൈനസ് ചെയ്യുന്ന കോളത്തിൽ എഴുതും. ചെക്ക് ഓഫ് ₹1,500 റിസീവ്ഡ് റെക്കോർഡഡ് ട്വൈസ് ഇൻ ക്യാഷ് ബുക്ക്. 1,500 ഒരു ചെക്ക് കിട്ടിയത് ഞാൻ 2 പ്രാവശ്യം റെക്കോർഡ് ചെയ്തു. 2 പ്രാവശ്യം റെക്കോർഡ് ചെയ്താൽ പാസ്ബുക്കിൽ 1 പ്രാവശ്യം മാത്രമേ എമൗണ്ട് ആഡ് ആയിട്ട് വന്നിട്ടുള്ളൂ, ക്യാഷ് ബുക്കിൽ 2 പ്രാവശ്യം വന്നു. അപ്പോൾ ആ ഒരു എക്സ്ട്രാ വന്ന 1,500 നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ ബാലൻസ് ചെയ്യണം. ബാലൻസിങ് നമ്മുടെ നോർമൽ ലെഡ്ജർ അക്കൗണ്ട്സ് ബാലൻസ് ചെയ്യുന്നത് പോലെ തന്നെ ഏത് സൈഡിലാണോ കൂടുതൽ എമൗണ്ട് അത് ടോട്ടൽ ഫിഗർ ആയിട്ട് വരും, 2 കോളത്തിലും. മൈനസ് ഉള്ള ഭാഗത്താണ് കൂടുതൽ എമൗണ്ട് എങ്കിൽ 2 സൈഡിലും എന്താ മൈനസിൻ്റെ ടോട്ടൽ ആയിരിക്കും വരുന്നുണ്ടാവുക, പ്ലസ് കോളത്തിലും മൈനസ് കോളത്തിലും. അങ്ങനെ ഏത് കോളത്തിലാണോ കൂടുതൽ അത് നമ്മൾ 2 കോളത്തിലും ടോട്ടലായിട്ട് എഴുതിയിട്ട് ആ കുറവുള്ള എമൗണ്ട് ബാലൻസിങ് ഫിഗർ ആയിട്ട് കറസ്പോണ്ടിങ് കോളത്തിൽ വരും, നമ്മൾ നോർമൽ ലെഡ്ജർ അക്കൗണ്ട്സ് ഒക്കെ ബാലൻസ് ചെയ്യുന്നത് പോലെ. എന്നിട്ട് നമ്മൾ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് എഴുതിയിട്ട് ആ എമൗണ്ട് അവിടെ കാണിക്കണം. അപ്പോൾ ക്യാഷ് ബുക്കിൻ്റെ ബാലൻസിനാണ് തുടങ്ങിയത്, അതിൽ പാസ്ബുക്കിൽ വന്ന എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും നമ്മൾ വരുത്തിയിട്ട് നമുക്ക് കിട്ടുന്ന ബാലൻസ് പാസ്ബുക്ക് ബാലൻസ് ആയിരിക്കും. ക്യാഷ് ബുക്കിൻ്റെ എമൗണ്ടിൽ നിന്ന് തുടങ്ങിയിട്ട് പാസ്ബുക്കിൻ്റെ എമൗണ്ടിലേക്ക് എത്തി. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുക പാസ്ബുക്കിൻ്റെ എമൗണ്ടിൽ നിന്ന് തുടങ്ങിയിട്ട് ക്യാഷ് ബുക്കിൻ്റെ എമൗണ്ടിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മളിത് ഫേവറബിൾ ബാലൻസിൻ്റെ കാര്യമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതായത് നമുക്കൊരു പോസിറ്റീവ് ബാലൻസ് ആണുള്ളത്. ഇനി അൺഫേവറബിൾ ബാലൻസ് ആണുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് ബുക്ക് ബാലൻസ് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എഴുതേണ്ടത് എപ്പോഴും മൈനസ് കോളത്തിലായിരിക്കണം. നമ്മൾ പോസിറ്റീവ് ബാലൻസ് ആണെങ്കിൽ പ്ലസ് കോളത്തിൽ എഴുതും, ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ മൈനസ് കോളത്തിൽ എഴുതണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ ഞാൻ ഓവർ ഡ്രാഫ്റ്റ് ആയിട്ടാണ് അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെയാണ് ഉണ്ടാവുക. അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ മൈനസ് കോളത്തിലാണ് എഴുതുക. എന്നിട്ട് അതിനെ ബാലൻസ് ചെയ്യും. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് കിട്ടും. അപ്പോൾ ഈ കേസിൽ അത് അൺഫേവറബിൾ ബാലൻസ് ആയിട്ടാണ് നമുക്ക് ക്ലോസിംഗ് ബാലൻസും കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ പാസ്ബുക്ക് ബാലൻസും നമുക്ക് അൺഫേവറബിൾ ബാലൻസ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് അൺഫേവറബിൾ എന്ന് മനസ്സിലാക്കുക, എങ്ങനെയാണ് ഫേവറബിൾ എന്ന് മനസ്സിലാക്കുക എന്ന് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുക.
ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. അത് നമ്മൾ പാസ്ബുക്ക് ബാലൻസിന് തുടങ്ങിയാലും ക്യാഷ് ബുക്ക് ബാലൻസിന് തുടങ്ങിയാലും ഒരുപോലെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ട് ലെഡ്ജറിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്യാഷ് കിട്ടുമ്പോഴാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. അസറ്റ് അക്കൗണ്ടിൽ നമ്മൾ അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യും, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്യാഷ് ബാങ്കിൽ നിന്ന് പോകുന്ന സമയത്ത് അതിനെ ക്രെഡിറ്റ് ചെയ്യും, ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യും, ക്യാഷ് പോകുന്ന സമയത്ത് ക്രെഡിറ്റ് ചെയ്യും. ഇതാണ് നമ്മൾ നമ്മുടെ നോർമൽ അസറ്റ് അക്കൗണ്ടിനൊക്കെ ചെയ്യാറുള്ളത്. പക്ഷേ ബാങ്ക് പാസ്ബുക്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ ബാങ്കിലേക്ക് എമൗണ്ട് വരുമ്പോഴാണ് അവർ ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കുക, നമ്മളെ ബാങ്കിൽ നിന്ന് എമൗണ്ട് പോകുമ്പോൾ ഡെബിറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ നമ്മൾ ക്വസ്റ്റൻ ആൻസേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എന്താ എഴുതിയിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കണം. ബാങ്ക് പാസ്ബുക്കിൽ ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ കുറയുക, ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ കൂടുക. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബാങ്കിൻ്റെ അക്കൗണ്ടിൻ്റെ ലെഡ്ജർ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ കുറയുക, ഡെബിറ്റ് എന്ന് പറയുമ്പോൾ കൂടുക. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം ക്യാഷ് ബുക്കിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആയാലും പാസ്ബുക്കിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആയാലും നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ ഫേവറബിൾ ബാലൻസ് ആണെങ്കിൽ നമ്മൾ പ്ലസ് കോളത്തിൽ എഴുതും, അൺഫേവറബിൾ ബാലൻസ് ആണെങ്കിൽ മൈനസ് കോളത്തിൽ എഴുതും, അഥവാ ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ മൈനസ് കോളത്തിൽ എഴുതും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്തു തുടങ്ങുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ക്യാഷ് ബുക്ക് ബാലൻസ് ഒന്നെങ്കിൽ അത് കിട്ടും, ഇല്ലെങ്കിൽ പാസ്ബുക്ക് ബാലൻസ് ആയിരിക്കും നമുക്ക് ലാസ്റ്റ് കിട്ടുന്നുണ്ടാവുക. അതിൻ്റെ ബാലൻസ് കിട്ടുന്നത് പ്ലസ് കോളത്തിലാണെങ്കിൽ അത് അൺഫേവറബിൾ ബാലൻസ് ആണ്. കാരണം പ്ലസ് കോളത്തിൽ ബാലൻസ് കിട്ടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? മൈനസ് കോളത്തിലുള്ള ഫിഗേഴ്സ് കൂടുതലാവുമ്പോഴാണ് നമുക്ക് പ്ലസ് കോളത്തിൽ ബാലൻസ് കിട്ടുക. അപ്പോൾ മൈനസ് കോളത്തിലുള്ള ഫിഗേഴ്സ് കൂടുതൽ എന്ന് പറഞ്ഞാൽ അൺഫേവറബിൾ ബാലൻസസ് ആണ് കൂടുതലായിട്ടും ഉള്ളത്, അല്ലെങ്കിൽ അൺഫേവറബിൾ എമൗണ്ട്സ് ആണ് കൂടുതലായിട്ടും ഉള്ളത്. അപ്പോൾ പ്ലസ് കോളത്തിലാണ് നമുക്ക് അതിൻ്റെ ബാലൻസിങ് ഫിഗർ കിട്ടുന്നതെങ്കിൽ നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക് അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്നാണ് എഴുതേണ്ടത്. അതിന് നേരെ അത് ഓവർ ഡ്രാഫ്റ്റ് ആണ്, അതൊരു അൺഫേവറബിൾ ബാലൻസ് ആണ്. അല്ല, നമുക്ക് അതിൻ്റെ ബാലൻസിങ് ഫിഗർ മൈനസ് കോളത്തിലാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് പോസിറ്റീവ് ഫിഗേഴ്സാണ് കൂടുതലുള്ളത്, അപ്പോൾ അത് ഫേവറബിൾ ബാലൻസ് ആയിരിക്കും. ഇത് ക്യാഷ് ബുക്ക് ആയാലും പാസ്ബുക്ക് ആയാലും ഈ കാര്യങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമുക്ക് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ ശ്രദ്ധിക്കേണ്ടു. ഇതിൻ്റെ പാർട്ട് 2 നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മളിന്ന് കണ്ടു. ഈ ടോപ്പിക്ക് നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മളിപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പ്രൊഫഷനിലേക്ക് പോകുന്ന സമയത്തും നമുക്ക് യൂസ്ഫുൾ ആയേക്കാവുന്ന ഇല്ലെങ്കിൽ ആവശ്യം വരാവുന്ന ഒരു ടോപ്പിക്കാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. അതല്ലാതെ നമുക്കത് പഠിച്ചിട്ട് മറക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. കാരണം ഇത് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആവശ്യം വരുന്ന ഒരു കാര്യമാണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് അത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക. ഇത് എളുപ്പമാണ്, നമ്മൾ ജസ്റ്റ് ലോജിക്കലായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇത് എളുപ്പമാണ് ഈ ടോപ്പിക്ക്. ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.